കോളനിയിലെ ഏതെങ്കിലും ഒരു വീട്ടിലൊക്കെ ഓരോ ദിവസം അന്ന് തൊഴിലൊന്നുമില്ലോ നടക്കുക. അപ്പം ആ സമയത്ത് ഏതെങ്കിലും ഒരു വീട്ടിൽ ഇങ്ങനെ കൂടാതെ ഈ രാമകൃഷ്ണൻ്റെ വീട്ടിൽ പ്രത്യേകമായിട്ട് കൂടും. അന്ന് പാട്ട് പഠിപ്പിക്കുക. ഈ ഭജനപ്പാട്ടിനൊരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഈ ചലച്ചിത്രഗാനം പാടും പോലെ ഒരു സംഭവമല്ല. നല്ല വോയിസ് ഒന്നും പാടാൻ പറ്റില്ല. നല്ല വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈപ്പ് ആൾക്കാരാണ് പാടിക്കൊണ്ടിരുന്നത്. അതുപോലെയുള്ള പാട്ടുകളുമാണ്. തീർച്ചയായിട്ടും അപ്പോൾ ഈ തലമുറ വന്നു കഴിയുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ തലമുറ ഈ പിള്ളേർ സെറ്റ് വന്നു കഴിയുമ്പോഴത്തേനും അവർ ഗ്ലാമറീകരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ പാട്ടിന് അത് സുഖാവില്ല അത്. അപ്പോൾ ഈ ഇപ്പം റെയിൽവേ സ്റ്റേഷനിൽ ചായ വിൽക്കുന്ന ആളെന്ന് പറഞ്ഞാൽ കപ്പി കപ്പി ചായ ചായ എന്ന് പറഞ്ഞാൽ ആരും മേടിക്കില്ല. അത് അങ്ങനെ തന്നെ കയറണം. കാരണം ട്രെയിൻ പോണ സൗണ്ടിന് ഓപ്പോസിറ്റ് സൗണ്ട് ആയിരിക്കണം. അപ്പൊ അത് അങ്ങനെ ഉണ്ടെങ്കിൽ നിൽക്കണം. അപ്പൊ അതേമാതിരി തന്നെയാണ് ഇതും. ഈ ഗജറയുടെ ഒക്കെ ശബ്ദം ഇതൊക്കെ ഉള്ളൂ. പിന്നെ ചപ്പളാങ്കട്ട ഹാർമോണിയം ഒന്നും വെക്കൂല. അപ്പൊ അത് പാടി കഴിയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാല് ഈ പനമ്പ് വിരിച്ചിട്ട് ഇങ്ങനെ ശർക്കരയും മലരൊക്കെ വെച്ച് തിരിയൊക്കെ അതങ്ങ് തുടങ്ങും. അതങ്ങ് തുടങ്ങി കഴിഞ്ഞാൽ ആ മൈക്കൊന്നും അന്നത്തെ കാലത്ത് പണ്ടത്തെ കാലത്തില്ലല്ലോ. ഞങ്ങളൊക്കെ പാടുമ്പോൾ ഉണ്ട്. ചിലപ്പോൾ ഒരു 77 മൈക്കും കാണും, 2 കോളാമ്പൊക്കെ കാണും. അത് വെച്ചിട്ട് ആ ആൾക്കാർ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ആ സ്ഥലത്തിലാണ്. അപ്പം ഗിഞ്ചറായിട്ട് ഞാൻ അടിച്ചു പാടാറുണ്ട്. ഞാൻ ഗുഞ്ചറ കൊണ്ടുവരാം. ഞാൻ അത് നമുക്ക് പിന്നെ പാടാം. അപ്പൊ ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ളൊരു ഈ പാട്ടില്ലേ, ഏത് നമ്മളിപ്പോ ഉടുക്കും സാധനമൊക്കെ വെച്ചിട്ടുള്ള പാട്ട്, ഇങ്ങനെയുള്ള ചപ്പളാങ്കട്ടൊക്കെ വെച്ചിട്ടുള്ള പാട്ട്, അത് നമുക്ക് ഞാൻ പാടിയതല്ല, ഞാൻ അഭിനയിച്ചൊരു ചിത്രത്തിലാണ്. സ്വർണം എന്ന് പറഞ്ഞ ചിത്രത്തിലേതാണ്. നമുക്ക് ആ ഭജന ഒന്ന് കണ്ടിട്ട് ഈ ഇപ്പൊ പാടാൻ പോണ ഭജനയുടെ ടോൺ മാറ്റി പാടണം. നമുക്ക് ഈ പാട്ട് ഇത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്കത് പാടാം. അപ്പൊ സ്വർണത്തിലെ ആ ഗാനരംഗം നമുക്കൊന്ന് കാണാം. അപ്പൊ നമ്മള് സ്വർണത്തിലെ ഭജൻസ് കേട്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. കൂട്ടത്തിൽ ജാഫറിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എനിക്ക് ഇഷ്ടപ്പെടും. ഞാൻ അത് ആ പാട്ടൊക്കെ കേൾക്കാറുള്ളൂ അല്ലേ, ക്ലിപ്പും എല്ലാം കാണാറില്ല, സിനിമയും കണ്ടാകും. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ തിരക്കി. പിന്നെ എനിക്ക് മണിബായിയെ കുറിച്ച് അറിയാവുന്ന കുറേ കാര്യങ്ങളും അതുപോലെ തന്നെ മണിബായി ഇതിനു മുമ്പുള്ള പല ചാനലുകളിൽ ഇന്റർവ്യൂവിന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. എപ്പോഴും നമുക്കുള്ള കാര്യം പറയാൻ പറ്റുള്ളൂ, നമുക്ക് ഉണ്ടാക്കി പറയാൻ പറ്റില്ല അല്ലേ. ഇപ്പോൾ ഒരു ഇന്റർവ്യൂ ആണെങ്കിൽ തന്നെ ആ ഒരു ഇന്റർവ്യൂ ഒരു ചാനലിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇന്റർവ്യൂ തന്നെ നമ്മൾ ഇച്ചിരി ചാല് മാറ്റുമെന്നുള്ളൂ. കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കും. ഏത് ചാനലും വന്നാലും നമുക്ക് പറയാനുള്ള മേമ്പടിക്ക് വേണ്ടി ഇതിൽ കൂട്ടിയിടുന്നു, അതേ ഉള്ളൂ മാത്രം. അപ്പോൾ ഇപ്പോൾ സിനിമയിലെ പല കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ 1001 എന്ന് പറയുന്ന പടം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് താമസിച്ചിറങ്ങിയ പടമാണെങ്കിൽ ഇടയ്ക്ക് ഇറങ്ങിയൊരു ഭയങ്കര സംഭവം. ഇപ്പോൾ എല്ലാ ഫാമിലിയൊക്കെ കണ്ടൊരു പടം. അപ്പം അങ്ങനെ ഓരോ ക്യാരക്ടർ മണിബായിയുടെ ഈ ഏത് പടം എടുത്തു കഴിഞ്ഞാലും ആ ക്യാരക്ടറിന് ഒരു വ്യത്യസ്തത ഉള്ളൊരു സംഭവമായിരുന്നു. ചുമ്മാ തിരക്കാതെ ജില്ലയല്ല, എല്ലാം വെറൈറ്റി ആയിരിക്കും. അങ്ങനെ ബെൻ ജോൺസണിൽ പോലീസ് വേഷം അങ്ങനെ ചെയ്തു, പല ഇതിൽ ചെയ്തു, പല കഥാപാത്രങ്ങളെ ചെയ്തു. കള്ളനായിട്ട് ജീവിതത്തിൽ വല്ല കള്ളത്തരവും കാണിച്ചിട്ടുണ്ടോ? ജീവിതത്തില് നമ്മൾ ആദ്യം കള്ളനെന്ന് മുദ്ര വെക്കുന്ന ഒരു കവിത കണ്ട് വായിച്ചിട്ടുണ്ടാണ്. എപ്പോഴാണ് നമ്മളെ കള്ളാന്ന് വിളിക്കാന്ന് അറിയാമോ? സ്വന്തം അമ്മ തന്നെ നമ്മളെ കള്ളാന്ന് വിളിക്കാന്ന് അറിയാം. എപ്പോഴായിരിക്കും അറിയാമോ? സ്വന്തം അമ്മ നമ്മളെ കള്ളൻ എന്ന് വിളിക്കുന്ന എപ്പോഴായിരിക്കും? കുഞ്ഞായിരിക്കുമ്പോ അമ്മയുടെ മുലപ്പാല് കുടിക്കുമ്പോ അറിയാതെ ആ പല്ലില്ലാത്ത മോണ കൊണ്ട് ഒരു കടി അടിക്കും. അപ്പൊ അമ്മ പറയും കള്ളൻ ഒട്ടിക്കൊള്ളും. അങ്ങനെയാണ് നമ്മളൊരു കള്ളനാവുന്നത്. പിന്നീട് അങ്ങനെ കള്ളത്തരങ്ങൾ പലതും കാണിച്ച് 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 നമ്മളൊരു പെരുങ്കള്ളനാവും. ഇപ്പൊ നമ്മൾ പെരുങ്കള്ളനായിട്ടിരിക്കുക. കാരണം എന്തൊക്കെയോ നുണകൾ ഒരു ദിവസം പറയണമെന്നാണ്. അപ്പൊ എല്ലാരും വിചാരിക്കും ഇതിൽ പറയുന്ന നുണയാണോ? അല്ല, സിനിമയിലൂടെ നമ്മൾ ഓരോ കഥാപാത്രങ്ങൾ ചെയ്യല്ലേ. അപ്പൊ കള്ളത്തരത്തിന്റെ കാര്യം പറയുമ്പോ ഞാനിപ്പോ ഓർക്കണത് ഒരു പയ്യൻ, ആ പയ്യനെ ഒരു ബാങ്ക് കൊള്ളടിക്കാൻ കൊണ്ടുപോയിക്കാം. അപ്പൊ നമ്മുടെ എസ് ജോസഫാനില്ലേ, ഈ ചെറിയ റൗണ്ട് ആ കളയുന്നത്. അപ്പൊ ബാങ്കിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഫാൻ ഇളക്കിയിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ ഇറങ്ങണം. അപ്പൊ അത്രയും ചെറിയ റൗണ്ടിന്റെ ഉള്ളിൽ കൂടെ ഇറങ്ങാൻ പ്രാക്ടീസ് ഉള്ള ആള് വേണം കയറാൻ. അപ്പൊ ഈ ആൾക്കാർ തപ്പി നടന്ന് അതിന് പറ്റിയ ഒരാളെ നോക്കി നടന്നപ്പോ കിട്ടിയത് ഒരു തെരുവിൽ ഒരു സർക്കസ് കളിക്കണ ഒരു പയ്യൻ. ഈ വളയത്തിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഭയങ്കര മറ്റേ സാധനങ്ങൾ തെക്കി ഇറങ്ങി വന്നിട്ട് നമസ്കാരം സാറ് മുണ്ടകൊണ്ട് ഇങ്ങനെ മേടിച്ചിട്ട് നടക്കുന്ന കാലം. അവന് നല്ല കൈയടിയും കാര്യങ്ങളും പ്രോത്സാഹനമൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട്. അങ്ങനെ ഈ പയ്യനെ കളവിനും കൊണ്ടുപോയി. പയ്യനെ കളവിനും കൊണ്ടുപോയിട്ട് വൻ ബാങ്കിന്റെ മുകളിലെത്തിയപ്പോൾ ആള് പറഞ്ഞു കേറാ സാർ കേറാ. അപ്പൊ ഈ റൗണ്ടിന്റെ അവിടെ വന്നിരിക്കുക. കേറാൻ പറയും. ഉള്ള പോണമാ உள்ள அதை மாட்டிட்டு உள்ள போக முடியாது சார். கேரடா போக முடியாது சார். கேரடா போக முடியாது. எந்த போகாத சார்
ഒരു 10 പേര് കൈയടിക്കാല്ലാണ്ട് എങ്ങനെയാ സാർ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണം? ഇവന് സ്ഥിരം ഈ വളയത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി കയ്യടി കിട്ടിയേ ബാങ്ക് കൊള്ളടിക്കാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ കിടക്കാൻ നേരത്ത് കയ്യടി ഇല്ലാത്തോണ്ട് ഇറങ്ങണില്ലെന്ന്. അല്ല അങ്ങനെയും കളവ് പോണ ആൾക്കാരുണ്ട്. ചില ആൾക്കാർ കളവിന് പോയിട്ട് വീടിനകത്ത് കിടന്നിറങ്ങി പോണ ആൾക്കാരുണ്ട്. നല്ല അവിടെ ഉള്ള ബീഫും സാധനങ്ങളും ചാപ്പാടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അവിടെ കുപ്പിയൊക്കെ ഇരിക്കുന്ന അതെടുത്ത് അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പോലീസ് പിടിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അയ്യോ വെട്ടുപോയി സാറ്, ഉറങ്ങിപ്പോയി, എന്താ ചെയ്യുക, അങ്ങനെയും പെടുന്ന ആൾക്കാരുണ്ട്. പക്ഷേങ്കിൽ ഞാൻ ജീവിതത്തിൽ കളവ് ചെയ്തിട്ടുണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളവ് ചെയ്തിട്ടുണ്ട് ഞാൻ. സത്യം തുറന്നു പറഞ്ഞിട്ട് കുഴപ്പമില്ല. ഇനി നാളെ ഇത് ഒരു വലിയൊരു പ്രശ്നമാക്കി മാറ്റരുത്. അതുകൊണ്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ട് കളവ്. ഞാനത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ കളവ്. തീർച്ചയായിട്ടും നമുക്ക് ആ കളവ് കാണാം, ഞാൻ ചെയ്ത കളവ്. ശ്രീ ഗണാധിപനാഥ ജയ ജയ ആശ്രയം മമ നീയേ ഗജാനന പാർത്തു നിൻ പദതാരിൽ തൊഴുന്നു ഞാൻ ഗണനാഥ. ശ്രീ ഗണാധിപനാഥ ജയ ജയ ആശ്രയം മമ നീയേ ഗജാനന പാർത്തു നിൻ തദപാരിൽ തൊഴുന്നു ഞാൻ ഗണനാഥ. മാരസന്നിപഗാഥ മനോഹര. അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ പോയിക്കൊണ്ട്. എത്ര വർഷമായി മിമിക്രിയിൽ വന്നിട്ട്? മിമിക്രി വന്നിട്ട് ഇപ്പൊ 20 കൊല്ലായി. 20 കൊല്ലായി. അപ്പൊ എന്നേക്കാൾ എത്ര വർഷം? 88 89 90 മാട്ടായിരുന്നു. മാട്ട പരിപാടി മാട്ടാന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കളികൾ പിടിച്ച് 2-4 പേരാണ്. 91 ജോക്സിന്റെ കലാഭവൻ റഹ്മാന്റെ പ്രൊഫഷണലായി. അന്ന് മെയിനായിട്ട് ചെയ്തിരുന്നതായിരുന്നു. അന്ന് കുറേ നടന്മാരൊക്കെ ചെയ്യുമായിരുന്നു. കോമഡി കളിക്കും. ഈ സ്ട്രിങ്സ് ഇപ്പൊ കിട്ടാനില്ല. എന്നാലും ചെറിയ ഇങ്ങനെ ഈ വയലിന്റെ ഗിത്താറിന്റെ ഒക്കെ അല്ലേ ആ സാധനങ്ങളൊക്കെ ആയിരുന്നു. വയലിന്റെ ചെറിയ സൗണ്ട് അത് കേൾപ്പിച്ച വയലിലാ പോകുന്നല്ല ജാസായപ്പോ ശ്രുതിയിട്ടിറങ്ങാൻ. മഹാഗണപതി കൂടുതൽ കാണിക്കാൻ പറ്റില്ല. കാരണം ജലദോഷ ചിലപ്പോ ടിന്ന് കാണിച്ചാൽ ചിലപ്പോ 2 പഠിച്ച് ഓർമ്മ വരും. ഇവിടെ 2 അതൊരു പ്രായമല്ലേ വലിച്ചേരും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. മിമിക്രിയിൽ അന്ന് നമ്മൾ കുറെ സൗണ്ടിൽ കാണിച്ചിരുന്നു. ഞാൻ മാമുക്കയുടെ അനുകരിച്ചിരുന്നു. പിന്നെ ഈ ശബ്ദങ്ങളിൽ ഇപ്പം ഈ വയലിനും ഇതിന്റെ കൂടെ ചുമ്മാ ഇരുന്ന് ശ്രുതി വെട്ടാനൊക്കെ ഇരിക്കണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ജാഫർ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റാറിന്റെ സൗണ്ട് ഉണ്ടായിരുന്നു. ആരെന്നറിയാം? NF ഫറീസേട്ടൻ. അന്നല്ല ഞാൻ പറഞ്ഞ മിമിക്രിയിൽ പ്രൊഫഷണലായിട്ട് വന്നതിന് ശേഷം ഞാൻ കേൾക്കുമ്പോൾ ഞാൻ അത് പിന്നെ ആ ഒരു സൗണ്ട് ഞാൻ ഇങ്ങനെ ആദ്യം ഇങ്ങനെ പറയാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ വർഗീസേട്ടൻ ഒരു കാസറ്റ് ഒന്ന് ചെയ്തു. അപ്പോൾ അദ്ദേഹം അതിനു മുമ്പ് എനിക്ക് അറിയാനേ പാടില്ല. പിന്നെ സുരേഷ് മാഞ്ഞാലി എന്ന് പറഞ്ഞിട്ടൊരു വന്നിട്ടുണ്ട്. അപ്പോൾ അവനന്ന് ഇതെടുക്കുന്നുണ്ട്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പയ്യെ ചാലാക്കി എടുത്ത് അത് പിന്നെ ഇപ്പം വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി തീർച്ചയായിട്ടും ഞാൻ പറയും, അതിൽ അറിയാവുള്ളൂ. ഇപ്പം പറയാൻ അത് നമ്മുടെ പത്രം സിനിമയിൽ അപ്പം ആ ഡയലോഗിൻ്റെ അതിനെക്കുറിച്ച് പറഞ്ഞതിൽ ശരിയല്ല. പത്രം സിനിമയിൽ അത് അവസാനമായിട്ട് അഭിനയിച്ച പടമാണ് കൂടെ അത്. അപ്പോൾ പിന്നെ ആ അദ്ദേഹത്തിൻ്റെ പിന്നെ മോളുടെ നാട്ടിൽ അമേരിക്കയിൽ പോയി കഴിയുമ്പോഴത്തേക്കും നാദർഷാക്കാനോട് പറഞ്ഞു, എടാ ഇന്ന് പിന്നെ സോഫി എന്നല്ല കൊച്ചിൻ്റെ പേര്. അപ്പോൾ ആ കുട്ടി മകളെ കണ്ടിരുന്നു, മരുമകനും മകളെയും കണ്ടിരുന്നു, കുട്ടിയെയും കണ്ടിരുന്നു. അപ്പോൾ അവർ ഇന്ന് വരുന്നുണ്ട്, ഇന്നത്തെ സ്റ്റേജിൽ വർഗീസേട്ടൻ്റെ സൗണ്ട് പറയണ്ട, ചിലപ്പോൾ ആ കൊച്ചിനെ വല്ല ഫീൽ ചെയ്താലെന്ന് ചോദിച്ചു. അവിടെ ഹരിശ്രീ ജോർജ് ചേട്ടനില്ലേ, അന്ന് ഞാൻ അവതരിപ്പിച്ചില്ല. ഈ കുട്ടി പരിപാടി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, ഫാമിലിയാണ്. അപ്പോൾ ഈ ജോർജ് ചേട്ടനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, അയ്യോ ഇന്നലെ സോഫി അവിടെ പ്രോഗ്രാമിന് വന്നിട്ട് അച്ഛൻ്റെ സൗണ്ട് പറഞ്ഞില്ലായിരുന്നു, ജാഫ്ര അതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഫോണിനകത്തൂടെ ഞാനിത് സിയാറ്റിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്ടായി കുട്ടി താമസിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇത് ഞാൻ പറഞ്ഞു കേൾപ്പിച്ചു കൊടുത്തു. അയ്യോ ചേട്ടാ എന്താ ചേട്ടാ അത് കേൾപ്പി എനിക്ക് എൻ്റെ പപ്പേനെ അച്ഛനെ വന്ന് ഒരു ഓർമ്മ ഇല്ലായിരുന്നു, അങ്ങനെ സോറിയും പറയും. അപ്പോൾ ആ പത്രത്തിലെ ഡയലോഗ് ഞാൻ പറയാം.
അടിച്ചതാരാടാ നിന്നെ? ആണ്ടവനോ അതോ സേഡ്ജിയോ? അടിച്ചതല്ല, ചവിട്ടിയതാ അല്ലേടാ, അതും ഷൂസ് ഇട്ട കാലുകൊണ്ട്. ആണ്ടവൻ, ഇത് നിന്റെ കോയമ്പത്തൂരിലെ മായാണ്ടിക്കൊപ്പമല്ല, കൊച്ചിയാ, വിശ്വനാഥൻ്റെ കൊച്ചി. എനിക്കറിയാം ഇനി ഇതിൻ്റെ പ്രശ്നങ്ങൾ. കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കുന്ന 3 സഹോദരിമാരുടെ ഭാരം ചുമല്ലേറ്റുന്ന ഒരുവന് ഒരു രാത്രി കൊണ്ട് ലോകം മുഴുവൻ പിടിച്ചു പറ്റണമെന്ന് തോന്നാം. വിളിച്ചു പറ നിന്റെ മമ്മയോട്. ഓക്കെ ബെന്നി, ഓക്കെ. അടിപൊളി. അല്ല, ഞാൻ പറഞ്ഞത് ഇത് ഇനി ഇതിപ്പോ ഒരു മൈക്കൊക്കെ വെച്ചാൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡബിൾ മൈക്കാണല്ലോ നമ്മുടെ പ്രധാനം. വേണം താനും. അതെ അതെ, മിമിക്രിയുടെ ഏറ്റവും വലിയ ഘടകം മൈക്ക് സൗണ്ട് സിസ്റ്റം ആണ്. പിന്നെ ഞാൻ പറയട്ടെ, മിമിക്രി അന്ന് കളിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ പണ്ട് ജയറാമേട്ടൻ കൂടെ കളിച്ചിട്ടില്ല. ഇല്ല, ദിലീപേട്ടൻ്റെ കൂടെ കളിച്ചിട്ടില്ല. ഇല്ല ഇല്ല, മണിബായിയുടെ കൂടെ പ്രോഗ്രാം ചെയ്തിട്ടില്ല. നമ്മൾ പിന്നെ ഇടയ്ക്ക് വല്ല ഗൾഫ് ഷോയ്ക്ക് അടുത്ത് സിനിമയിലൊക്കെ വന്നിട്ടുണ്ട്, അല്ലാതെ ട്രൂപ്പില് നമ്മളൊന്നും കളിച്ചിട്ടില്ല. പോയിട്ടില്ല. മിമിക്രിയിൽ ഒരുപാട് മൃഗങ്ങളെ അനുകരിക്കാറുണ്ട്, ഒരുപാട് അനിമൽസിനെ ഒരുപാട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതില് ഞാൻ ചെയ്ത ഐറ്റംസിൽ കണ്ടിട്ടില്ലേ? പിന്നെ ആന നടക്കല്, ജുറാസി പാർക്ക്, മറ്റേ അത്, പിന്നെ കുരങ്ങ് നടക്കല്, അതൊക്കെ ഞാൻ കുറച്ചൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷെ ഞാൻ പല ആളുകളും മൃഗങ്ങളെ അനുകരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനും അനുകരിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു നായയുടെ മുഖം, ഒരു പട്ടിയുടെ മുഖം വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ കഴിവുള്ള ആള് പട്ടിയുടെ മുഖം എന്ന് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇപ്പോഴും ജാഫർ കാണിക്കുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു ഇറച്ചിക്കടയുടെ മുമ്പിൽ, സുഹൃത്തുക്കളെ, ഇതിനൊരു കഥയുണ്ട്. ഒരു ഇറച്ചിക്കട, ആ ഇറച്ചിക്കടയുടെ മുമ്പിൽ ഒരു പട്ടി രാവിലെ മുതൽ ഇങ്ങനെ ഇരിക്കുക. എന്തെങ്കിലും കിട്ടും, ഇപ്പോൾ ഒരു പീസ് കിട്ടും, അല്ലെങ്കിൽ ഒരു പീസ് കിട്ടും. പക്ഷേ ഈ പട്ടിയുടെ മുഖം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവർ എല്ലാം അങ്ങോട്ട് ഇടുന്നുണ്ട്, അത് താഴെ പോകുന്നുണ്ട്, ഇതെടുത്ത് അങ്ങോട്ട് വെക്കുന്നുണ്ട്, ചോര അങ്ങോട്ട് വയ്ക്കുന്നുണ്ട്, ചട്ടി ഇങ്ങോട്ട് നിൽക്കുന്നുണ്ട്, വാലും ഇങ്ങോട്ട് നിൽക്കുന്നുണ്ട്, തല അവിടെ വയ്ക്കുന്നുണ്ട്. ഇതൊക്കെ ഈ പട്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന എക്സ്പ്രഷൻ കൃത്യമായിട്ട് ജാഫർ ഞങ്ങൾക്ക് പ്ലീസ് കാണിക്കാം. അപ്പൊ ഈ പട്ടി ഉണ്ടല്ലോ, ഈ പട്ടി വീട്ടിൽ നിന്ന് ഞായറാഴ്ച ദിവസം ഓടിച്ചേക്കാം. അപ്പൊ ഞായറാഴ്ച ദിവസമാണ് ഈ പിന്നെ അവിടെയൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ കശാപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. എനിക്കറിയാം, എല്ലായിടത്തും ഞങ്ങളുടെ കശാപ്പ് ഉണ്ടല്ലോ, അറക്കുണ്ടല്ലോ. പക്ഷേ 10 രൂപ തിരിച്ചു പോയാണല്ലോ. അതൊരു ക്യാരക്ടർ ഉണ്ട്, ജാഫർ ഓറഞ്ച് പറഞ്ഞ സിനിമയിൽ ചെയ്യുന്ന ക്യാരക്ടറാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഈ പട്ടിയെ പറ്റി പറയാം. അപ്പൊ ഈ പട്ടി ഞായറാഴ്ച ദിവസം രാവിലെ ഈ ഹൈവേ വഴി എന്ന് പറഞ്ഞാൽ മെയിൻ വഴി, ഞങ്ങളുടെ അവിടുത്തെ ഹൈവേ അത്, ഈ ബസ്സൊക്കെ ഓടുന്ന വഴിക്ക് വരുന്ന ഒരു സാധനമുണ്ട്. പ്രതീക്ഷ മൊത്തം ഈ കശാപ്പ് വരെയാ. അത് വരുന്നതെന്ന് പറഞ്ഞാൽ ചന്നം ചിഹ്നം ഓടും, അത് മാത്രം ചിന്ത, ലക്ഷ്യം. അത് വരും ഇങ്ങനെ വന്നോണ്ടിരിക്കും. ഇവനെ ഈ കൈ ഇങ്ങനെ പൊങ്ങും, ഈ ചെവിയൊക്കെ കിടന്ന് വരും. എങ്ങാനും പഴച്ചൊരു വണ്ടി വന്നാൽ അങ്ങനെയാണ് ചില നമ്മൾ വണ്ടി ഓടിച്ചു ഈ പൊട്ടി കിടക്കണേ. ചിന്ത മൊത്തം അവിടെ, വണ്ടി വന്നൊന്നുമില്ല. അവിടെ ചെന്ന് ഈ സാധനം പയ്യെ ചെന്നു. പിന്നെ പിള്ളേരെ ചെറിയ പേടിയുണ്ടാവും. ഈ ഇറച്ചി മേടിക്കാൻ വരുന്ന പിള്ളേരല്ലേ, ചുമ്മാ എന്നിട്ട് ചേട്ടാ 2 കിലോ ഇറച്ചി അച്ഛൻ തന്നൂടാൻ പറഞ്ഞു. പൈസ ഇല്ല, അങ്ങനെ നിൽക്കുന്ന പിള്ളേരില്ലേ, അവന്മാരെ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ്, അവരെയാണ് പേടി. അവരെയാണ് പേടി. അപ്പൊ അവരെ പട്ടി വന്നു നിന്നു നോക്കി. ഇവര് പണിയും ചിലപ്പോ ഒരു കല്ലെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ പോയില്ലേ. അപ്പൊ അങ്ങനെ കൈ നോക്കി കഴിഞ്ഞാൽ ഒന്നാവും, ഇങ്ങനെ പോകും. അങ്ങനെ ഒരു സ്ഥലം കിട്ടി, കറക്റ്റ് കശാപ്പിന്റെ തട്ടില്ലേ, ആ തട്ടിന്റെ ഏതാണ്ട് ഭാഗത്ത് അതിന്റെ കുറെ പൂട്ടി കീട്ടിയൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. അതിന്റെ കുറച്ച് മാറി ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് അവിടെ ഇറച്ചി ഇങ്ങനെ പതിയെ വെട്ടിക്കൊണ്ടിരിക്കണം. വെട്ടി പിന്നെ അത് ത്രാസിലേക്ക് എടുത്ത് തൂക്കണം. കണ്ടിക്കണം, ഇത് കണ്ടിക്കണം. കുറവില്ലേ, കാലിലെ കുറവെന്ന് കണ്ടിച്ചിടണം. തട്ടയിലേക്ക് എടുത്തു വെച്ചു തൂങ്ങി. പട്ടിയും എനിക്ക് വന്നിട്ട് തൂക്കം നോക്കണ്ടെന്നാണ് അങ്ങനെ നോക്കി എടുത്തു. ഇലയിലേക്ക് എടുത്ത് വെക്കും കേട്ടോ. വെച്ചു 4 പൊതിഞ്ഞു, കെട്ടി എടുത്ത് കൊടുത്തു. ആ കൊടുത്തത് വരെ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഇതില്ലേ ഈ ചവ് എടുത്തിട്ട് ഇങ്ങനെ എറിയും. അത് ഈ കശാപ്പൂരയുടെ തൂണെ ചെന്ന് ഇരിക്കും. അതിന്റെ കാരണം അത് കശാപ്പൂരം കഴിഞ്ഞ് വരുന്ന ഇങ്ങനെ കുടയുമ്പോൾ അവിടെ ചെന്ന്. അപ്പൊ അത് വരണ്ടെന്ന് ഇരുന്നു. അവിടെ ഒട്ടിപ്പിടിച്ചു. ആ ഒട്ടിപ്പിടിച്ചിരുന്നിട്ട് അവിടെ നെറ്റു. ഇതിൽ മടുത്തിട്ട് 1.5 മണിക്കൂർ തന്നെ ഒരു കോട്ടുവാക്കിയിട്ട് അവിടെ നിൽക്കും. പിന്നെ ഈ കശാപ്പ് പോലെ കംപ്ലീറ്റ് അടിച്ചു വാരി പോയി കഴിഞ്ഞതിന് ശേഷം അടിയിൽ ഒരു കഷം കെട്ടാൻ പറ്റുള്ളൂ. അത് ഇരുന്ന് ചെയ്യേണ്ട സാധനം ശരിക്കും, ഇരുന്നിട്ട് എങ്ങനെ. അത് ശരിക്കും ഞാൻ കണ്ടത് ഈ കശാപ്പൂരിലുപരി മീൻ ചെറിയ അരി വീഴൂലേ, ഈ ചെറിയ കൈത്തോട്ടിൽ ഈ മീനിന്റെ ചകള പറിച്ച് ഇങ്ങനെ ഇട്ട് അങ്ങനെ ഇട്ട് ഇങ്ങനെ ഇടും. അവ ഇട്ട് കഴിയുമ്പോൾ പട്ടി
അവര് ഉപദ്രവിക്കുന്നില്ല. പട്ടി അടുത്തിരിപ്പുണ്ട്. ആ ചകള ഇട്ട് കഴിയുമ്പോഴത്തേക്കും തപ്പും, ഇത് ഒഴുകിപ്പോവും, അത് കിട്ടൂല, എടുക്കാൻ പോകും. അതാണ് പരിപാടി. ഇത് പട്ടിയുടെ കുറേ സാധനം ചെയ്യാറുണ്ട്. പട്ടി ഇറയമില്ല, ഇറയം മഴ പെയ്യുമ്പോൾ ഇങ്ങനെ ചുരുണ്ടുകൂടി ഇങ്ങനെ കിടക്കും. അപ്പോൾ ഈ മഴത്തുള്ളി ഇങ്ങനെ തെറിച്ച് ആടി കഴിയുമ്പോഴത്തേക്ക് അത് കിടന്നപ്പോൾ ഒരു പട്ടിയീച്ച, ഒരു പ്രധാനപ്പെട്ട ഒരു ഈച്ച ഉണ്ട്, ചില കട്ടിയുള്ളത്. ആ സാധനം വരും, അതിനെ പിടിക്കുന്ന ഒരു സാധനമുണ്ട്. ഇങ്ങനെ ഉറങ്ങും കേട്ടോ. ഈച്ച ഇങ്ങനെ കറങ്ങി എന്നൊക്കെ ഒന്ന് പോകണം. പോയി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഈ ഭാഗത്ത് ഒന്നിരിക്കണം. പിടിക്കാൻ വരുമ്പോൾ ഒന്ന് തെറിച്ച് വരണം, ഇവിടെ വരണം. ലാസ്റ്റ് 3ാമത്തെ പ്രാവശ്യം ഇരിക്കണം കേട്ടോ. കിട്ടി. ആ ഈച്ചനെ ഇഷ്ടമല്ല ഇതിന്. ആ ഈച്ചനെ തിന്നെയല്ല. അപ്പൊ അത് ശല്യമായില്ലേ. എന്നിട്ട് എഴുന്നേറ്റ് നിന്നിട്ടാണ് ഞെളിഞ്ഞ ഇത് കാണിക്കുന്നത് ഈ പട്ടി. അപ്പോൾ ഇങ്ങനെ പട്ടിയുടെ കുറേ സാധനങ്ങളുണ്ട്. കുഞ്ഞു പട്ടി, ആ പട്ടി, ഈ പട്ടി. അപ്പോൾ ഇപ്പൊ പട്ടിയുടെ ഒത്തിരി കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാല് അത് പോട്ടെ. പക്ഷെ അന്ന് കാണിച്ചാല് ഈ പട്ടി ഈച്ച തിന്ന് ഇങ്ങനെ വന്ന് പട്ടി ഇങ്ങനെ വന്നിട്ട് തിന്ന് കഴിഞ്ഞിട്ട് തുപ്പി കളഞ്ഞിട്ട് ഇഷ്ടമല്ലാത്ത ഇഷ്ടമല്ല.